ഇതാവണമടാ സ്വാമി, ഇതാണ് സ്വാമി, ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഇങ്ങനെയാകണം ഹൈന്ദവ പുരോഹിതന്മാർ. ഇന്ത്യയിലെ 90% ഹൈന്ദവ പുരോഹിതന്മാരും നിങ്ങളുടെ ഇതേ കാഴ്ചപ്പാടുള്ളവർ തന്നെയാണ്. പക്ഷേ അവരാരും തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രം. പറയാൻ വേണ്ടി പോകുന്നത് നവമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്ന, വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശിവസേനയുടെ നേതാവായിട്ടുള്ള ഉദ്ധവ് താക്കറെ, ഇപ്പോൾ നിലവിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകനായ ആദിത്യ താക്കറെ ഒരു ക്ഷേത്രം സന്ദർശിക്കുകയും ആ ക്ഷേത്രത്തിൽ വെച്ച് അവിടെയുള്ള സ്വാമി ആദിത്യ താക്കറെക്ക് നൽകുന്ന ഉപദേശവുമാണ് നവമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്നുള്ളത്. ആ ഉപദേശം ഇങ്ങനെയാണ്. ആദിത്യ താക്കറെയോട് ആ സ്വാമി പറയുന്നത് ഇങ്ങനെ, അതായത് ഹിന്ദുവിൻ്റെ ശത്രു ഹിന്ദുവാണ്, മുസ്ലിങ്ങളല്ല. ഹിന്ദുവിൻ്റെ ശത്രു ഹിന്ദുവാണ്, മറിച്ച് നിങ്ങളാരും ചിന്തിക്കുന്നത് പോലെ മുസ്ലിങ്ങളല്ല. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെയല്ല പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കേണ്ടത്, മറിച്ച് ഹിന്ദുവിൻ്റെ ശത്രുവായിട്ടുള്ള ഹിന്ദുവിനെയാണ് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കേണ്ടത്. സ്വാമി ആരെ ഉദ്ദേശിച്ചാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യത്ത് വർഗീയാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന RSSനെയും BJPയെയും കുറിച്ച് തന്നെയാണ് ആ സ്വാമി ശിവസേനയുടെ നേതാവായിട്ടുള്ള ആദിത്യ താക്കറെക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത്. ഇങ്ങനെ തുറന്നു പറയാൻ തയ്യാറാവണം ഇന്ത്യയിലെ സ്വാമിമാർ. ഹൈന്ദവരെ ചൂഷണം ചെയ്തുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നവരോട് വിരൽ ചൂണ്ടി സംസാരിക്കാൻ ആദിത്യ താക്കറോട് പറഞ്ഞതുപോലെയുള്ള സ്വാമിമാർ ഇനിയും ഇന്ത്യയിൽ മുന്നോട്ട് വരാൻ തയ്യാറാവണം. എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ഹൈന്ദവനെ ചൂഷണം ചെയ്യുകയാണ് സംഘപരിവാർ എന്ന്, ഹൈന്ദവനെ ഉപയോഗിക്കുകയാണ് എന്നുള്ളത് വ്യക്തമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പലരും സംസാരിക്കുന്നില്ല. പക്ഷേ ഇവിടെ ആദിത്യ താക്കറെയോട് ആ സ്വാമി തുറന്നു പറഞ്ഞിരിക്കുന്നു, ഹിന്ദുവിൻ്റെ ശത്രു ഹിന്ദുവാണ്. ആ ഹിന്ദു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിരൽ ചൂണ്ടി കാണിച്ചു കൊടുക്കും. അത് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നവരാണ്, BJP ആണ്, സംഘപരിവാരാണെന്ന് നമ്മൾ തുറന്ന് പറഞ്ഞു കൊടുക്കും. ആ സ്വാമിക്കാവട്ടെ നമ്മുടെ ഒരു ബിഗ് സല്യൂട്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.